നമസ്കാരം. തെരഞ്ഞെടുപ്പ് നേരിടാൻ ഫണ്ട് തേടുകയാണ് കെപിസിസി. കൂപ്പൺ അടിച്ച് പണം പിരിക്കാൻ കെപിസിസി ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകി. പ്രാദേശികാടിസ്ഥാനത്തിൽ ഫണ്ട് കണ്ടെത്താനാണ് നിർദ്ദേശം. ആദായനികുതി വകുപ്പ് അക്കൌണ്ട് മരവിപ്പിച്ച സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്താനാണ് എഐസിസി സംസ്ഥാന ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് തന്നെയാണ് കോൺഗ്രസ് നേരത്തെയും ഫണ്ട് കണ്ടെത്തിയിരുന്നത് എന്നാണ് കണ്ണൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ പറഞ്ഞത്. അങ്ങനെ പണം പിരിക്കുന്നതിൽ തെറ്റില്ലെന്നും കെ സുധാകരൻ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രവാസി ശബ്ദം പരിശോധിക്കുന്നു. കോൺഗ്രസും ബക്കറ്റ് പിരിവിലേക്കോ? സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് പ്രതിനിധി അജയ് കുര്യാക്കോസ്, ഇടത് സഹയാത്രികൻ വാഹിദ് നാട്ടിക. രണ്ടുപേർക്കും സ്വാഗതം. ഞാൻ ആദ്യം ശ്രീ അജയ് കുര്യാക്കോസ്, ഇവിടെ കോൺഗ്രസിനെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് എന്ന് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് അത് നമുക്കറിയാം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ ഈ ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ എങ്ങനെ നേരിടും തെരഞ്ഞെടുപ്പിനെ? അല്ല, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണല്ലോ. നമുക്കറിയാം 2018 ഒരു ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. 2018 199 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുമ്പോൾ 14 ലക്ഷം രൂപയുടെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ കാണിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള അക്കൗണ്ട് മരവിപ്പിക്കൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാവുന്ന ഒരു വിഷയം, രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിലേക്ക് ഇൻകം ടാക്സ് കിട്ടേണ്ട ആവശ്യമില്ല. ആ ഒരു ചർച്ച അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോഴുള്ള ഒരു അവസ്ഥ, ഇതൊരു ഇലക്ഷൻ സമയമാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇലക്ഷന്റെ തീയതികളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലൊരു ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും ശരി, അവർക്ക് അവരുടെ ഇലക്ഷന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പൈസയുടെ ആവശ്യമുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പം ഇവിടെ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഏത് വിധേനയെങ്കിലും ബുദ്ധിമുട്ടിക്കാം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ചിന്തയുടെ ഫലമായി ഇത് വരുത്തി വെച്ചതല്ലേ? താങ്കൾ പറഞ്ഞു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. 520 കോടിയോളം രൂപയാണ് എന്നാണ് ആദായനികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയധികം പണം ഇല്ലെങ്കിൽ നികുതി അടയ്ക്കാത്ത വരുമാനം എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ ഒരു ദേശീയ പാർട്ടിക്ക് പറ്റിപ്പോകേണ്ട കാര്യമായിരുന്നോ? മാഡം എന്താണ് ഈ പറയുന്നത്? വളരെ കൃത്യമല്ലേ? എനിക്ക് തോന്നുന്നത് കണക്കുകളെ കുറിച്ച് വിശദമായിട്ട് പറയാത്തൊരു മനസ്സിലാക്കാത്ത രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത്. 14 ലക്ഷം രൂപയുടെ ഒരു കണക്ക് അവതരിപ്പിക്കാത്തതിനാണ് 2018 ഇൻകം ടാക്സ് റിട്ടേണിൽ അവതരിപ്പിക്കാത്തതിനാണ് ഇന്ന് ഈ തടസ്സം നടത്തിയിട്ടുള്ളത്. അത് വളരെ കൃത്യമല്ലേ? നമ്മൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പരാതി നിൽക്കുകയാണ്. അപ്പൊ ഇതിൽ വലിയ 199 കോടി രൂപ അന്ന് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ആ 199 കോടി രൂപയുടെ കണക്ക് അവതരിപ്പിക്കാനല്ല കോൺഗ്രസിന്റെ പാർട്ടി ഫണ്ട്, കോൺഗ്രസിന്റെ 12 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുള്ളത്. 14 ലക്ഷം രൂപയുടെ ഒരു റിട്ടേൺ അവതരിപ്പിക്കാത്തതിനാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇതൊരു ഇലക്ഷനാണ്, ഇതൊരു ഫെയർ ഗെയിമാണ്, ഫെയർ പ്ലേ ആണ്. ഈ ഫെയർ പ്ലേയില് എങ്ങനെ വന്നായിരുന്നാലും സ്വാഭാവികമായിട്ടും ഇരു കൂട്ടരും തമ്മിൽ നേരിട്ടുള്ള മത്സരത്തിൽ ആരെയെങ്കിലും ശക്തി ഉപയോഗിച്ചും അവരുടെ സ്വാധീനം ഉപയോഗിച്ചും ഇലക്ഷൻ മത്സരിക്കാൻ തടസ്സപ്പെടുത്തുക. ഇപ്പം വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. അപ്പൊ ആ വ്യക്തിയെ മത്സരിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. പക്ഷെ ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും വരിഞ്ഞു മുറുക്കി അദ്ദേഹത്തിന്, ഇപ്പൊ നമുക്കറിയാം, ഇപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചായിരുന്നാലും ശരി, ഇടതുപക്ഷം കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ 10 അല്ലെങ്കിൽ 15 ബാനർ വെക്കുമ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് ഒരു ബാനറെങ്കിലും വെക്കണ്ടേ, അല്ലെങ്കിൽ ഒരു പോസ്റ്ററെങ്കിലും വെക്കണ്ടേ? അതിനുള്ള സംവിധാനം കണ്ടുപിടിക്കണം. ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം വന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേരിടാൻ തയ്യാറാണ്, പ്ലാൻ ബി കൊണ്ടുവരാൻ തയ്യാറാണ്. എന്താണ് പ്ലാൻ ബി? എന്താണ്? അതായത് പ്രചാരണത്തിന് പോലും പൈസ ഇല്ല എന്ന് പറയുന്നു. കേരളത്തിലെ നേതാക്കളെല്ലാം അത് അംഗീകരിക്കുന്നുമുണ്ട്. ഇന്നിപ്പോ ശ്രീ കെ സുധാകരൻ ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. പണ്ടും ഇതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ടോ? അതെ, ശരിയാണല്ലോ. പണ്ട് കാലത്ത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് സ്ഥാനാർത്ഥികൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മത്സരിക്കുക എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ അത് തുടർന്നാൽ പോലെ എന്തിനാണ് എഐസിസി നിർദ്ദേശം നൽകുന്നത്? തൽക്കാലം നിങ്ങൾ എടുക്കണം, പിന്നീട് ശരിയാവുമ്പോൾ തരാം എന്നൊന്നും എഐസിസി പറയേണ്ടതില്ലല്ലോ. അപ്പം എന്താണ് സാമ്പത്തികമായി അല്ല മാഡം, സ്വാഭാവികമായിട്ടും ഇന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്വാത്വികന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച്
അവർക്ക് അവരെ കുടുംബത്തിൽ കെട്ടിയിരിപ്പോ പൈസയോ പണമോ ഒന്നുമില്ല. പക്ഷെ ആ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യത സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുകയും പറഞ്ഞ പോലെ നാരങ്ങാ വെള്ളം കുടിക്കാൻ പോലെങ്കിൽ പ്രവർത്തകർക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെ നേതാക്കൾക്ക് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കും ജനങ്ങൾ എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വായ് നാട്ടികയുടെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയാണ്. BJP ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അത് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടികളോടെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ തരത്തിലും ചെയ്യുന്നുണ്ട്. അതൊന്നായി പറയാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് വന്നാൽ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലാക്കുന്നു. ഈ അക്കൗണ്ടുകൾ പൂട്ടിക്കുന്നു. 4 ബാങ്കുകളിലെ 11 അക്കൗണ്ടുകൾ മരവിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി, അതും നേരത്തെ ശ്രീ അജി കുര്യാക്കോസ് പറഞ്ഞതുപോലെ ആ നാഷണൽ പാർട്ടി അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യത? കാരണം ഇവിടെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് പ്രചാരണം നടത്തിയാൽ പോലും ഇവിടെ സാധിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ ശ്രീ അജി കുര്യാക്കോസ് പറഞ്ഞതുപോലെ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കാൻ ഇത്രയധികം ഫണ്ട് അവിടെ നിന്ന് വരേണ്ട കാര്യം പോലുമില്ല. പിന്നെ എന്താണ് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? ഇല്ല, കോൺഗ്രസ് അവർ ജൂതരെ തേടി വന്നു. ഞാൻ അതിൽ ഇടപെട്ടില്ല, കാരണം ഞാൻ ജൂതനായിരുന്നില്ല. അവർ ക്രിസ്ത്യാനികളെ തേടി വന്നു, അപ്പോഴും ഞാൻ ഇടപെട്ടില്ല, കാരണം ഞാൻ ക്രിസ്ത്യാനിയായിരുന്നില്ല. അവർ തൊഴിലാളികളെ തേടി വന്നു, അപ്പോഴും ഞാൻ ഇടപെട്ടില്ല, കാരണം ഞാൻ തൊഴിലാളിയായിരുന്നില്ല. അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, അപ്പോഴും ഞാൻ ഇടപെട്ടില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. ഏറ്റവും അവസാനം അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഏറെക്കുറെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അവസ്ഥ ഇതാണ്. ഇന്ത്യയിൽ ഈ ഉണ്ടായിട്ടുള്ള എല്ലാ ജനാധിപത്യ ഭ്രംശങ്ങളുടെയും അടിസ്ഥാന വേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കാരണം അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കിരാള ജനാധിപത്യ വിരുദ്ധ നടപടി അവർ എങ്ങനെ ആരംഭിച്ചോ അതിന്റെ മറ്റൊരു രൂപമാണ് ഇന്ന് RSS നിയന്ത്രിത BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കാണിച്ച വഴികളിൽ അവരെക്കാൾ തീവ്രമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. ഇവർ ആലോചിക്കേണ്ടത്, ഞാൻ ഇപ്പോ അദ്ദേഹത്തെ KPCCയുടെ പ്രസിഡന്റൊക്കെ ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകും, ബക്കറ്റ് പിരിവ് നടത്തുമെന്നൊക്കെ പറയുമ്പോൾ ഒരു KPCCയുടെ വൈസ് പ്രസിഡന്റായി ഇരിക്കുന്ന, സത്യത്തിൽ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളത് കേരളം പരിശോധിക്കേണ്ടതാണ്. എന്തായാലും അത്തരം ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ പ്രസക്തമാണ്. ഒരു വലിയ ബക്കറ്റ് എടുത്തുകൊണ്ട് അതായത് ജനങ്ങളുമായി ഇടപെട്ട് ജനങ്ങളോട് ചോദിച്ച് സത്യത്തിൽ എന്താണ് ജനാധിപത്യം? ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ടു ദ പീപ്പിൾ. കോൺഗ്രസ് കുറെ കാലങ്ങളായിട്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളാൽ നയിക്കപ്പെട്ടു. താങ്കൾ പറയുമ്പോ ഞാൻ രണ്ടുപേരും പറയും ഒരേ സമയം രണ്ടുപേരും പറയുന്നത് കേൾക്കില്ല. താങ്കൾ എത്ര ശബ്ദം വെക്കുന്നോ അതിലെ ഇരട്ടി ശബ്ദം താങ്കൾ പറയുമ്പോൾ ഞാൻ വെക്കും. അതുകൊണ്ട് രണ്ടുപേരും കൃത്യമായി പറയാം. അതായത് കോർപ്പറേറ്റുകളിൽ നിന്ന് കോർപ്പറേറ്റുകൾ ഭരിക്കപ്പെടുന്ന ഒരു കോൺഗ്രസ്, ആ രീതിയിലേക്ക് കോൺഗ്രസ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കൊണ്ടുപോയി. അതിപ്പോ തുടങ്ങിയതല്ല. അവർ ആരംഭിച്ച നവലിബറൽ സമ്പ്രദായം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയായിരുന്നു, ഇന്ത്യയെ വിറ്റതായിരുന്നു. ആ വിൽപ്പനയുടെ ഏറ്റവും തീവ്രമായ രൂപം, അതിനേക്കാളും തീവ്രമായ വലത് ശക്തിയായ RSS നിയന്ത്രിത BJP ആരംഭിച്ചു. അത് തുടരുന്നു. ഇപ്പോൾ കരയുന്നതിൽ പ്രസക്തിയില്ല. കാരണം നിങ്ങൾ ചെയ്തതിന്റെ 10-1 പോലും നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചിട്ടില്ല, ഇനിയും അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അത്ര കണ്ട് ഇന്ത്യയിൽ ജനാധിപത്യ വിരുദ്ധതയാണ് എല്ലാവരോടും. കേന്ദ്രാവസ്ഥ കാലത്ത് മാത്രമല്ല, ഏറ്റവും അവസാനം ഇപ്പോഴും ഈ നിമിഷങ്ങളിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് വടകരയിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് BJPക്ക് നിയമം പോലെ ഒരു സീറ്റ് പാലക്കാട് ഉണ്ടാക്കി കൊടുക്കാനാണ്. അതുപോലെ തന്നെ ഇങ്ങ് ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു BJPയുടെ രാജ്യസഭ MP ഉറപ്പിച്ചു കൊടുക്കാനാണ്. ഇപ്പോഴും അവിഹിതമായി കേരളത്തിലെ കോൺഗ്രസ് RSSുമായി സഖ്യം ചേർന്നുകൊണ്ട് ഞങ്ങളെ BJP ഇതാ കുനിഞ്ഞു വരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ വടകരയിലെ കാര്യം താങ്കൾ അങ്ങനെ പറയുമ്പോൾ ശൈല ടീച്ചർ തോറ്റുപോകും എന്നൊരു ധ്വനി കൂടി അവിടെ വരുന്നുണ്ട്. ശ്രീ അങ്ങനെ ഒരിക്കലും ഒരു സാധ്യത പോലും ഇല്ല. അതുകൊണ്ട് അത്തരം ഒരു തെരഞ്ഞെടുപ്പിനുള്ള വിദൂര സാധ്യത പോലും ഇല്ല. അല്ല, അതായത് BJP ഒരു അംഗം നിയമസഭയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ പാലക്കാട് വടകരയിൽ ഉണ്ടാക്കിയപ്പോൾ വടകര എന്ന് പറയുന്ന കുപ്രസിദ്ധി നേടിയതാണ്.
പണ്ട് കോലിബി ഉണ്ടാക്കി കുപ്രസിദ്ധി നേടിയതാണ് ഇവർ രത്നസിംഗിനെ നിലനിർത്തിക്കൊണ്ട്. അതേ അവസ്ഥ അതേ രീതിയിൽ ഇവർ കരാർ ഉറപ്പിക്കുകയാണ്. അത് അവരുടെ ഒരു ബ്ലഡിൽ ചേർന്നതാണ്. അത് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ ഏറ്റെടുത്തു, ഈ പ്രാവശ്യം അത് ശക്തമായി ഷാഫിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് ഷാഫി തോൽക്കുമെന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയോ ഈ ഒരു അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യാൻ പോകുന്നില്ല. അതെന്തായാലും വരട്ടെ, അത് ജനങ്ങളുടെ വിധിയാണ്, അത് നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എല്ലാ ജനങ്ങളുമായി ഇടപെട്ട് ജനങ്ങളോട് പണം ചോദിക്കുന്നത് അതാണ്. അത് ജനങ്ങൾ ഈ കോൺഗ്രസിന്റെ ഈ ആവശ്യം ക്രൗഡ് ഫണ്ടിങ് എന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളത് കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ PCCകൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് അതിലൊരു ആശങ്കയുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അജയ് കുര്യാക്കോസ്, ഇവിടെ PCCകളുടെ ആശങ്ക അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. അങ്ങനെ ഒരു ക്രൗഡ് ഫണ്ടിങ് പ്രത്യേകിച്ച് ഇവിടെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് സംശയമുണ്ട്. പിരിവിനിറങ്ങാൻ ഇവർ വിസമ്മതിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതുകൂടി സംഭവിക്കുകയാണെങ്കിൽ ഈ ക്രൗഡ് ഫണ്ടിങ്ങിന് പോലും നേതാക്കൾ ഇറങ്ങാത്ത സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇലക്ഷനിലേക്ക്? ഇനിയിപ്പോൾ കൃത്യം ഒരു മാസം മാത്രമേ ഉള്ളൂ. മാഡം, ഇന്ന് ഈ ചർച്ച സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും ഇന്ത്യ അടുത്ത് ഭരിക്കേണ്ട പാർട്ടിയും തമ്മിലൊരു ചർച്ചയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഈ കേരളത്തിൽ മാത്രമുള്ള 4, 3, 7 അംഗങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടിയെ പ്രതിനിധികളോടുകൂടി ചർച്ച ചെയ്യുന്നതിന് എനിക്ക് ശക്തമായൊരു വിയോജിപ്പുണ്ട്. കാരണം ഇന്നത്തെ വിഷയം BJP കോൺഗ്രസിന്റെ ഫണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ പാർട്ടി കാലങ്ങളായിട്ട് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് എവിടെ പോയി എന്നുള്ളത് ഒരു ചോദ്യമായി ചോദിക്കില്ലേ ആളുകൾ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ ഭരിച്ചിട്ടില്ലല്ലോ. ഇന്ത്യ എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംസ്ഥാനം ഭരിക്കുന്ന തെരഞ്ഞെടുപ്പല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അത് പറയുന്നത് കേരളത്തിലുള്ള 1, 2, 3 ആളുകളല്ല. ഈ സീതാറാം യെച്ചൂരിയെ പോലെയുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അത് പാർട്ടി ജനറൽ സെക്രട്ടറിയും കേന്ദ്ര ജനറൽ സെക്രട്ടറിയും അടക്കമുള്ള എല്ലാവരും ഇന്ന് കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കുന്നത് ഇന്ത്യയായി നിലനിൽക്കണം എന്നുള്ളത് കണ്ടുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പൊ ശ്രീ വാഹിദ് നാട്ടിക പറയുന്നത് കേരളത്തിലെ വിഷയമാണ്. കേരളത്തിലെ 4, 3, 7 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി പങ്കെടുത്തില്ല ചർച്ചയിൽ എന്ന് പറയുന്നു. നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ അവർക്ക് ആർക്കും പങ്കെടുക്കാൻ ഇന്ന് അസൗകര്യം ഉള്ളത് കൊണ്ടാണ് എത്താൻ സാധിക്കാതിരുന്നത്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി താങ്കളോട് ചോദിക്കുന്നു, രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഈ ഇത്തരമൊരു അസന്നിഗ്ധ ഘട്ടത്തിൽ ഇന്ത്യ നേരിടുന്ന വിഷയത്തിൽ, ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ, ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് കോൺഗ്രസിന്റെ കീഴിൽ CPM അടക്കമുള്ള പാർട്ടികൾ അണിനിരന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജാർഖണ്ഡിൽ ഒരു മുഖ്യമന്ത്രിയെ ജയിലടക്കുകയും അതുപോലെ തന്നെ കെജ്രിവാളിനെ പോലെ ഡൽഹിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ജയിലടക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ അമരക്കാരായ കോൺഗ്രസിന്റെ പാർട്ടി ഫണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു ചെറിയ ഘടകകക്ഷിയെ, കൊച്ചി ഘടകകക്ഷിയായ CPM-നെ പോലെയുള്ള ഈ CPM-ന്റെ പ്രതിനിധിയായ ശ്രീ വാഹിദ് നാട്ടിക അതിനെ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അതിശയമുണ്ട്. കാരണം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അതിശയമല്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കാണുന്നത്. BJP-യും ഇടതുപക്ഷവും ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ എളിയ പ്രവർത്തകനായ വാഹിദ് നാട്ടികയുടെ വായിൽ നിന്ന് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പ്രവാസികൾ സാധാരണയായിട്ട് താങ്കൾക്ക് അറിയാമായിരിക്കും, ഇവിടെ ഒരു ഇലക്ഷൻ നടന്നത്, അതിപ്പോ നിയമസഭയായാലും ലോക്സഭയായാലും പ്രവാസികളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് നിന്ന് എത്രത്തോളം ഫണ്ട് ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അപ്പം അങ്ങനെ ഒരു സഹായം ചെയ്താൽ പോലും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള നേതാക്കളുടെ കയ്യിൽ നിന്ന് എടുത്താൽ പോലും നിൽക്കുന്നതല്ല തെരഞ്ഞെടുപ്പ് ചിലവ് എന്നുള്ളതും അറിയാം. അപ്പം എന്തുകൊണ്ട് അവിടെ ഫൈറ്റ് ചെയ്യുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പം അത് ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ അവർ പ്രതിപക്ഷ പാർട്ടികളോടും കോൺഗ്രസിനോടും ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിനെതിരെ ഫൈറ്റ് ചെയ്യോ ഇല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്താൻ കേന്ദ്ര സർക്കാരിനെതിരെ പലയിടങ്ങളിലും സംസാരിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടി ആരാണ്? കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന് ഇലക്ഷൻ ഫണ്ട് മരവിപ്പിച്ചത്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളൂ, ഇന്നത്തെ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്കിടയിൽ പോസ്റ്ററുകളും അതുപോലെ തന്നെ പരസ്യമായ വാഹനങ്ങളും ചെന്നിറങ്ങിയാൽ മാത്രമേ ജനങ്ങൾ വിലയിരുത്താറുള്ളൂ.
ഇന്ന് ജനങ്ങൾ സോഷ്യൽ മീഡിയ പോലെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പല മീഡിയ ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇപ്പോൾ തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ ആകുലതകളൊന്നുമില്ല. പക്ഷേ ഈ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളൊരു വ്യവസ്ഥിതി ഉള്ളതുകൊണ്ട് 10 പോസ്റ്റർ ഇടതുപക്ഷം വെക്കുമ്പോൾ, അല്ലെങ്കിൽ 10 പോസ്റ്റർ BJP വെക്കുമ്പോൾ ഒരു പോസ്റ്ററെങ്കിലും ബാനറെങ്കിലും വെക്കണ്ടേ? അതിനുള്ള സംഖ്യകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണ്ടേ? ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇന്നത്തെ കാര്യം മാത്രം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് കെ സുധാകരൻ പറയുന്നു ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നതാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് ചെയ്തതാണെന്ന്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നാരങ്ങാവെള്ളം കുടിക്കാനോ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനോ പോലും പൈസ ഇല്ല എന്ന് VD സതീശൻ പറയുന്നു. അതിന് മറുപടി എന്ന പോലെയാണ് കെ സുധാകരൻ സംസാരിക്കുന്നത്. അപ്പം ഇവിടെ തന്നെ കോൺഗ്രസിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾ ചിന്തിക്കില്ലേ? ഈ പ്രതിസന്ധിക്കിടയിലും പാർട്ടി ആളുകൾ വിടുന്നതിനിടയിലും. മാഡം, VD സതീശനും കെ സുധാകരനും പറഞ്ഞത് വളരെ വ്യക്തമാണ്. രണ്ടുപേരും പറഞ്ഞ ഒന്നാണ്. പണ്ട് കാലത്തും ഇതുപോലെ തന്നെ, അതായത് കഴിഞ്ഞ 2014 മുതലുള്ള കാലഘട്ടത്തിൽ പലപ്പോഴായിട്ട് കോൺഗ്രസിന്റെ ഫണ്ടുകൾ അവർ രണ്ടും ഒന്നല്ല പറഞ്ഞത്. നാരങ്ങ വെള്ളം കുടിക്കാനുള്ള പണമില്ലാത്ത അവസ്ഥ പാർട്ടിക്ക് ഇല്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അത് പാർട്ടിക്ക് പറ്റുന്നില്ല, അങ്ങനൊരു സാമ്പത്തിക പ്രതിസന്ധി പാർട്ടിക്കില്ലെന്ന് കെ സുധാകരനും പ്രതിസന്ധിയിലാണ് എന്ന് VD സതീശനുമാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രദേശ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്നു, ഒരു പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, അതിനുള്ള ഫണ്ടൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും, ഈ ജനങ്ങൾ തന്നെ നമുക്ക് പണം VD സതീശൻ ചെറുതായി പോയി. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ? അതെ, പ്രതിപക്ഷ നേതാവിനോട് പറയാണ്, ഈ ജനങ്ങൾ, എന്റെ പാർട്ടി എന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ്. നേരെ മറിച്ച് KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് പണമില്ലെങ്കിൽ, നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് പണമില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പിരിച്ചു തരും, നാരങ്ങ വെള്ളമല്ല സോഡ നാരങ്ങ വെള്ളം കുടിച്ചോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള പണം ഞങ്ങൾ നിങ്ങൾക്ക് പിരിച്ചു തരും. കാരണം കോൺഗ്രസ് ഇന്ന് രാജ്യത്ത് തിരിച്ചു വരിക, കോൺഗ്രസ് ഭാരതത്തിന്റെ അധികാരം തിരിച്ചെടുക്കുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനായ ഈവൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് പോലും ആഗ്രഹമുള്ള വിഷയമാണ്. ആ വിഷയത്തിന് ഞങ്ങൾ ചോദിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരോട് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും അവർ പോലും ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള. ശരിയാണ്. ശ്രീ വാഹിദ് നാട്ടിക, ദേശീയ തലത്തിൽ കോൺഗ്രസ് തിരിച്ചു വരിക, ശക്തിയോടെ തിരിച്ചു വരിക, ഇന്ത്യ മുന്നണി അത്രത്തോളം ശക്തി കോൺഗ്രസിന് കൂടി നൽകുക എന്നൊക്കെയുള്ളത് ശരിയാണ്. അത് ധാരണയായിട്ടുള്ള കാര്യങ്ങളാണ് ആ മുന്നണി എന്ന് രൂപീകരിക്കുമ്പോൾ. പക്ഷേ പലയിടത്തും, ഇപ്പൊ കേരളത്തിൽ ആര് തമ്മിലാണ് മത്സരം, ഇല്ലെങ്കിൽ ഇവിടെ എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്നതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ പോലും കോൺഗ്രസിനെ ഇടിച്ചു താഴ്ത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ ഇടതുപക്ഷം ചെയ്യുന്നില്ലേ? അത് ഗുണം ചെയ്യുമോ? നോക്കൂ, കേരളം എന്ന സംസ്ഥാനത്തെ കേന്ദ്രം RSS BJP സർക്കാർ ശ്വാസം മുട്ടിക്കുമ്പോൾ അവരൊപ്പം നിന്ന് കൈയടിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. 18 MP-മാർ പോയി കേരളത്തിനെതിരെ നിരന്തരം പാർലമെന്റിൽ പ്രസംഗിക്കുകയായിരുന്നു, RSSന് കൂടെ നിന്നുകൊണ്ട്. എന്താണ് കേരളം എന്ന സംസ്ഥാനം? ഇവരും കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർക്ക് റേഷനരി, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർക്ക് നടക്കാനുള്ള വഴികൾ, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ള പെൻഷനുകൾ, ഇതെല്ലാം മുടക്കാൻ, അതായത് കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്ത തുക തിരിച്ചു നൽകാതെ തികഞ്ഞ ധാർഷ്ട്യം കാണിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന കോൺഗ്രസ് അതാണ് ഞാൻ പറഞ്ഞു, വാളയാർ ചുരം വിട്ടുകഴിഞ്ഞാൽ കേരളത്തിൽ, ഇന്ത്യയിലെ കോൺഗ്രസ് കേരളത്തിൽ ഇല്ല. ഇവിടെ കോലീബി എന്ന് പറഞ്ഞ് വളരെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അത് വടകരയിൽ തുടരുന്നു, ആലപ്പുഴയിൽ തുടരുന്നു, കേരളം വ്യാപകമായി തുടരുന്നു. അതിനെതിരെയുള്ള ജനങ്ങളുടെ പോരാട്ടം കൂടിയാവും. കാരണം ഇപ്പോ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ പെങ്ങൾ പോയി, ഏത് നിമിഷം അദ്ദേഹം പോകുമെന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ്. അത്തരത്തിൽ ഇന്നത്തെ BJP, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ്. ഇന്ന് കൈപ്പറ്റിക്ക് നൽകുന്ന വോട്ട് നാളെ രാവിലെ കേൾക്കുമ്പോൾ BJPക്കുള്ള വോട്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനത വളരെ ജാഗ്രതയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതുണ്ട്. ഒരൊറ്റ കൈപ്പത്തിക്കാരൻ ജയിച്ചാൽ ആ കൈപ്പത്തി എന്നാൽ BJPയുടേതാണ്. കേരളത്തിൽ നിന്ന് ജയിക്കുന്ന ഏതൊരു കോൺഗ്രസ് MP-യും ഏത് നിമിഷവും BJP ആക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അത്ര നിൽക്കുന്ന, കാരണം ഇതുവരെ ഇവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ CAA വിഷയം വന്നപ്പോൾ, മുത്തലാഖ് വിഷയം വന്നപ്പോൾ കല്യാണം കൂടാൻ പോയിരുന്ന പാർലമെന്റ് അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന് ജയിച്ചിരുന്ന UDF MP-മാർ. അതുകൊണ്ട് തന്നെ ഇത്തരം MP-മാർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു BJP വിരുദ്ധമായ, ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നില്ല, കാശ് കിട്ടുന്നില്ല എന്നുള്ള കുറ്റം പറയുന്നുള്ളൂ. കുറെ കാലങ്ങളായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കുറെ പൈസ വരുമായിരുന്നു,
അത് പകുതി മുക്കാല് ഒരു ഭാഗത്ത് അടിച്ചു മാറ്റും. അത് നമുക്കറിയാലോ, പലപ്പോഴും വന്നിട്ടുള്ള വാർത്തകൾ. അത് കിട്ടുന്നില്ല എന്നുള്ള വിഷമമാണ്. അതല്ലാതെ ഏതു കാലവും ഓരോ കോൺഗ്രസിന്റെ എംപിമാരൊക്കെ അത്യാവശ്യം പണം ഉണ്ടാക്കിയിട്ടുള്ള കോടികളുടെ ആസ്തിയുള്ളവരാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് ഇത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അവർ MP ആവുന്നതിന് മുമ്പത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർക്കൊക്കെ ഈ പണം ചെലവാക്കാനുള്ള പണമൊക്കെ ഉണ്ട്. അതിനുള്ള പണവും അവർ ചെലവാക്കുന്നുണ്ട്, അതിനുള്ള വഴികൾ അവർ തേടുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല. പക്ഷെ കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും തകർക്കുക എന്നുള്ള RSS അജണ്ട. ഇത് നമ്മൾ ഇന്ന് പറയുന്നതല്ലോ, നമ്മൾ മുൻപേ പറയുന്ന. പക്ഷെ ഇവർ RSSനൊപ്പം നിൽക്കും. കേരളത്തിലെ കോൺഗ്രസ് അപ്പോഴും RSSനൊപ്പം നിൽക്കും. അവർക്ക് RSS എന്നുള്ളത് അവരുടെ ഒരു തരം ഇരട്ട സഹോദരങ്ങളാണ്. കേരളത്തിൽ കുറെ കാലങ്ങളായി മാരാർജി പുസ്തകത്തിൽ എഴുതിയതുപോലെ മാരാർജി ഭവനും KPCC ആസ്ഥാനവും ഒന്നാണ്. അതാണ് ഐ വിൽ ഗോ വിത്ത് BJP. അദ്ദേഹമാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി. ഐ വിൽ ഗോ വിത്ത് BJP പറഞ്ഞ ആള്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസിന് പണത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അത് കുറെ BJP അത് തെളിയിക്കുന്നതല്ലേ. കാരണം 2 റൗണ്ട് പിന്നിട്ടു, മണ്ഡലം കൺവെൻഷനും ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി വരാനുണ്ട്, നാമനിർദ്ദേശ പത്രിക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം കൂടി അടുത്ത്. അപ്പൊ ഇപ്പോഴാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് വരുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സംശയം ഉണ്ടാകില്ലേ? ആ സംശയത്തിനെ കൂടി വേണ്ടേ കോൺഗ്രസ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ? മാഡം, ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ജൽപ്പനങ്ങൾക്ക്, അബദ്ധ ജൽപ്പനങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യ നേരിടുന്ന ഈ ഒരു സംവിധാനത്തിൽ, ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ നിന്ന് കൊണ്ടുവരുന്ന അഭിപ്രായങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം എനിക്ക് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി നാളെ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ ആ ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോഴും അറിയാം. കാരണം ഇവിടെ BJPയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ മാധ്യമങ്ങളിൽ എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെയൊക്കെ, കാരണം BJPയുടെ A ക്ലാസ് മണ്ഡലമായ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് എന്നുള്ളത് കൃത്യമാണ്. കാരണം അവിടെ അങ്ങനെ BJP ജയിച്ചാൽ മാത്രമേ ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും ജയിലിൽ പോകാതിരിക്കുള്ളൂ. ആ ഒരു വാഗ്ദാനവും ഉറപ്പും കൊടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ യാതൊരു തെറ്റും ചെയ്യാത്ത കെജ്രിവാളിനെ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ എല്ലാ തെളിവുകളും എതിരുള്ള ശ്രീ പിണറായി വിജയൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മകളും ഇപ്പോഴും പുറത്തു കിടക്കുന്നത് ഈ ഒരു ഉറപ്പിന്റെ പുറത്താണ്. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക, അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നതുപോലെ വടകരയിൽ ഷാഫി ജയിക്കുക, പാലക്കാട് BJP ജയിക്കുക, ഇത്തരത്തിലുള്ള ഹിഡൻ ആയിട്ടുള്ള അജണ്ടകളാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനുള്ളത്. നമ്മുടെ ചർച്ചാ വിഷയം വഴിതെറ്റി പോകുന്നതിന് കാരണം കോൺഗ്രസിനെ പോലുള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തെ ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണമാക്കുമോ എന്ന് പോലും ആളുകൾ ചിന്തിക്കില്ലേ? നമുക്കറിയാം, പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളെയൊക്കെ ലക്ഷ്യമിട്ടുള്ള EDയുടെയും ഇല്ലെങ്കിൽ CBIയുടെയും IT അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ നീക്കം നമുക്കറിയാം. അത് പരിശോധിക്കപ്പെടേണ്ടത് കൂടിയാണ്. പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ ആളുകളെ ഈ BJP പ്രമുഖരായ ആളുകളെ BJP ലക്ഷ്യമിടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സ്ക്യൂസ് പറയാൻ ഇത്തരത്തിലുള്ള കാരണങ്ങൾ, ഇനി ഒരു പക്ഷേ തോൽവിയായിരിക്കാം, അല്ലെങ്കിൽ മുന്നണിക്ക് വലിയ തകർച്ചയുണ്ടാകാം, അതിലൊരു എക്സ്ക്യൂസായി കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറില്ലേ? അപ്പൊ അത് പരിഹരിക്കുക, അത് കടന്നു പോവുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വമല്ലേ? ഞാൻ ചോദിക്കട്ടെ, 2018 നടന്നൊരു വിഷയം നമുക്ക് വളരെ കൃത്യമാണ്. അത് നമ്മൾ മറച്ചു വെക്കരുത്. എന്താണ് കോൺഗ്രസിന്റെ ഫണ്ട് മരവിപ്പിക്കാനുള്ള കാരണം? അതൊന്ന് പറയും മാഡം. എന്താണ് കാരണം? 2018 കണക്ക് അവതരിപ്പിക്കാൻ 2 മാസം വൈകി. ഡിസംബറിൽ അവതരിപ്പിക്കേണ്ട കണക്ക് ഫെബ്രുവരിയിൽ കൊടുത്തു. ഇത് 2018 വിഷയമാണ്. അതല്ലാതെ മറ്റൊരു വിഷയം പറയാൻ കഴിയൂ? എന്റെ സുഹൃത്ത് സഹപാനലിസ്റ്റിന് പറയാൻ കഴിയൂ വേറെ എന്തായിരുന്നു വിഷയം? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ രാഷ്ട്രീയമാണ്. അതിലെ രാഷ്ട്രീയം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു, അതിലെ രാഷ്ട്രീയം നമുക്ക് വ്യക്തവുമാണ്. പക്ഷെ അതല്ല, അത് കോൺഗ്രസ് എങ്ങനെ അത് പരിഹരിക്കും, എങ്ങനെ മുന്നോട്ട് പരിഹരിക്കുമെന്ന് മാഡം പ്ലാൻ ബി ഞങ്ങൾ പറഞ്ഞല്ലോ, പരിഹരിക്കും. ഞാൻ പറയുന്ന വിഷയം ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. കോൺഗ്രസിന്റെ ഫണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും തിരിമറി നടത്തിയോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടൊന്നും അല്ലല്ലോ മരവിപ്പിക്കാൻ കാരണം. ആ വിഷയം വളരെ വ്യക്തമാണ്, അത് വളരെ കൃത്യമാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ 2024 വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന CPM അടക്കമുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളൊരു പേടി
ഈ BJP ഗവൺമെന്റ് വന്നു. നമുക്ക് വന്നൊരു കമന്റ് കൂടി ഞാൻ പറയട്ടെ. അതായത് ഇനിയിപ്പോ കയ്യിൽ നിന്ന് പൈസ എടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കിയാൽ ഇനി ED വീട്ടിലെത്തുമോ എന്ന പേടിയായിരിക്കും കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ അതിനുകൂടി താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ED വീട്ടിലെത്തുന്നത് ED BJPയുടെ സ്വകാര്യ പ്രോപ്പർട്ടി ഒന്നല്ലല്ലോ. ED BJPയുടെ പാർട്ടി ഫണ്ട്, പാർട്ടി സ്ഥാനത്തിരിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റ് ഒന്നല്ലല്ലോ. അപ്പൊ അതാണ് കാരണം. ഈ കമന്റ് അയച്ച വ്യക്തിയോട് ചോദിക്കണം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ED ആരുടെയും വീട്ടിലെ ഏട്ടിലെ പശുവൊന്നുമല്ല അങ്ങോട്ട് വരാൻ. അപ്പൊ EDക്ക് കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ, EDക്ക് കൃത്യമായി ബിരിയാണി ചെമ്പിൽ സ്വർണം വന്നിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈത്തപ്പഴത്തിനകത്ത് സ്വർണം വന്നിട്ടുണ്ടെങ്കിൽ EDക്ക് പോയി പിടിക്കാമായിരുന്നല്ലോ. അപ്പൊ ED എന്ന് പറയുന്നത് ഇപ്പോൾ വളർത്തു പട്ടിയാണ്. അതാണ് ഇപ്പൊ കേരളത്തിലും കോൺഗ്രസിന്റെ പ്രശ്നം. ഇപ്പോഴും ബിരിയാണി ചെമ്പിലും ഈന്തപ്പഴത്തിലുമാണ്. അതിനപ്പുറത്തേക്കുള്ള എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുള്ളതിലാണ് സങ്കടം. പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസിന് സാധിക്കട്ടെ, തെരഞ്ഞെടുപ്പ് നന്നായി നടക്കട്ടെ എന്ന് വിചാരിക്കാം. പെട്ടെന്ന് പറഞ്ഞോളൂ, നമ്മുടെ സമയം തീർന്നു. 2024 ആവർത്തിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഈ കരച്ചിൽ. വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഒരു സാധ്യതയില്ല. 2004 കേരളത്തിൽ ആവർത്തിക്കാൻ പോകുന്നത്. ഇന്ത്യയിലും മറുപടി ഉണ്ട്, പക്ഷേ 2004 ആവർത്തിക്കപ്പെടുന്നത്. സമയമില്ല. നന്ദി ശ്രീ വായുനാട്ടിക, നന്ദി ശ്രീ അജയ്. ശരി, നന്ദി. പ്രവാസി ശബ്ദം പൂർണ്ണമാകുന്നു. നമസ്കാരം.